മക്കളെ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സാറിൻ്റെ വീഡിയോസ് എല്ലാം മക്കൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ സത്യത്തോടുകൂടി സാറിൻ്റെ എല്ലാ വീഡിയോസും കണ്ടുവെങ്കിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ദ സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 144. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 144. ആദ്യത്തെ 9 പദങ്ങളുടെ തുക 144. ഇനി സം ഓഫ് നെക്സ്റ്റ് 6 ടൈംസ് 231. അതായത് അടുത്ത 6 പദങ്ങളുടെ തുക 231. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞേക്കണേ? ആദ്യത്തെ 9 പദങ്ങളുടെ തുക 144. അത് കഴിഞ്ഞിട്ട് വരുന്ന 6 ടേംസിൻ്റെ സമ്മ് 231. നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ 5th ടേം ഓഫ് ദ സീക്വൻസ്, അല്ലെങ്കിൽ ശ്രേണിയിലെ 5ാം പദം എത്ര? ഈസിയാണ്. കാരണം ആദ്യത്തെ 9 ടേംസിന് ടോട്ടൽ 144 ഉണ്ട് സമ്മ്. ആദ്യത്തെ 9 ടേംസിൻ്റെ സമ്മ് 144. നമുക്കറിയാം മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ ഓഫ് ടേംസ്. ഇത് നമ്മൾ ഓൾറെഡി പഴയ വീഡിയോസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം മിഡിൽ ടേം അല്ലെങ്കിൽ നടുവിലുള്ള പദം ഈസ് ഈക്വൽ ടു ആകെത്തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം. അപ്പം ഇവിടെ നമുക്ക് ദ ടോട്ടൽ 9 ടേംസിൻ്റെ സമ്മ് 144. അപ്പോൾ അതിൻ്റെ മിഡിൽ ടേം 5ആണ്, 5th ടേമാണ്, 5ാം പദമാണ്. കാരണം ഇങ്ങോട്ട് 4 എണ്ണമുണ്ട്, ഇങ്ങോട്ട് 4 എണ്ണമുണ്ട്. അപ്പോൾ 5ാം പദം അല്ലെങ്കിൽ 5th ടേമാണ് മിഡിൽ ടേം. അപ്പം മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. മൊത്തം 9 ടേംസ് ഉണ്ട്. അപ്പോൾ 144/9 16. നമ്മോട് 5th ടേമാണ് ചോദിച്ചേ, അല്ലെ 5ാം പദമാണ് ചോദിച്ചേ. അപ്പോൾ 5ാം പദം അല്ലെങ്കിൽ 5th ടേം ഈസ് ഈക്വൽ ടു 16. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് 8th ടേം? അതായത് ശ്രേണിയുടെ 8ാം പദം എന്താണ്? ഇനി 8ാം പദം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം മൊത്തം 9 ടേംസിൻ്റെ സം 144 തന്നു. 6 ടേംസിൻ്റെ സമ്മ് 231 തന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ദാ സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് 144 ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 6 ടേംസ് 231. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 144, അടുത്ത 6 പദങ്ങളുടെ തുക 231. അപ്പം നമുക്കറിയാം 50 ടേംസ് ആകുമ്പോഴോ 15 ടേംസ് ആകുമ്പോഴോ ഈ 9 ടേംസിനോട് 6 ടേംസും കൂടി കൂട്ടിയാൽ മതി. അപ്പം നമുക്ക് 15 ടേംസ് എന്ന് പറയുമ്പോൾ 9 + 6 ആണ് 15 വരുന്നത്. അപ്പോൾ 9 ടേംസിന് 144, 6 ടേംസിന് 231. അപ്പം ടോട്ടൽ 375 വരും. 144 + 231, 15 ടേംസിൻ്റെ സമ്മെന്ന് പറയണത്, അല്ലെങ്കിൽ 15 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 375 കിട്ടും. 144 + 231. ഇനി ചോദ്യം എന്താണ്? നമ്മുടെ ചോദ്യം വാട്ട് ഈസ് 8th ടേം, അല്ലെങ്കിൽ ശ്രേണിയുടെ 8ാം പദം എന്താണ്? നമുക്കറിയാം 15 ടേംസിൻ്റെ സമ്മെന്ന് പറയണ 375. ഈ 8th ടേം എന്ന് പറയണത് എന്താണ്? ഈ 15 ടേംസിൻ്റെ സെൻറ്ററാണ് ദാ 8ാം പദം. ഇങ്ങോട്ട് 15 ടേംസ് ഉണ്ട്. അപ്പോൾ 8ഉം 7ഉം, ഇങ്ങോട്ടും 7 എണ്ണം ഉണ്ട് അല്ലേ? 1 മുതൽ 7 വരെ, ഇവിടെ 9 മുതൽ 15 വരെ. അപ്പം മിഡിൽ ടൈം ആയിട്ട് 8ാം പദം വരുന്നത്. നമുക്കറിയാം മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ്. ഇവിടെ നമുക്ക് 15 വരെയുള്ളതിൻ്റെ സമ്മ് 375. അതായത് 15 പദങ്ങളുടെ സമ്മ് 375. അപ്പം നമുക്ക് മിഡിൽ ടൈം അല്ലെങ്കിൽ 8th ടൈം എന്ന് പറയുന്നത് സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ്.
മൊത്തം 15 ടേംസാണ് ഉള്ളത്. അതിൻ്റെ സമ്മ് 375 അപ്പം 375/15 25. അപ്പോൾ അതിൻ്റെയും ആൻസർ ഈസി ആയിട്ട് കിട്ടി. ഇനി ഒറ്റ ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? നമുക്ക് സിമ്പിളായിട്ട് പറയാം. നമുക്ക് 8th ടേം മൈനസ് 5th ടേം. നമുക്ക് 8th ടേമും 5th ടേമും അറിയാം. അപ്പോൾ 8th ടേം മൈനസ് 5th ടേം എന്ന് പറഞ്ഞാൽ 25 മൈനസ് 16. കാരണം 5th ടേം 16 നമുക്കിവിടെ കിട്ടി. 5th ടേം 16 നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പം നമുക്ക് 8th മൈനസ് 5th എന്ന് പറയുമ്പോൾ 8th ടേം 25. 25 മൈനസ് 16 9 എന്ന് കിട്ടും. പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ 8th ടേം മൈനസ് 5th ടേം എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 ഇൻറ്റു കോമൺ ഡിഫറൻസാണ്. എന്തുകൊണ്ടാണ്? 5th കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ഡി ചേർക്കുമ്പോഴാണ് 6 കിട്ടുന്നത്, 6th ടൈം കിട്ടുന്നത്. 6th ടൈം അതായത് 6ാം പദത്തോടു കൂടി വീണ്ടും ഡി ചേർക്കുമ്പോഴാണ് 7ാം പദം കിട്ടുന്നത്. 7ാം പദത്തോടു കൂടി വീണ്ടും ഡി ചേർക്കുമ്പോഴാണ് 8ാം പദം കിട്ടുന്നത്. അപ്പം 5th ടേമിനോട് കൂടി 3 ഡിയും കൂടി ചേരുമ്പം 8ാം പദം കിട്ടും. അപ്പോൾ 8th ടൈം മൈനസ് 5th ടൈം എന്ന് പറയുന്നത് 3D ആണ്. ആ 3D ആണ് 9 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 9/3. 9/3 ഈസ് ഈക്വൽ ടു 3. അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഈസ് ഈക്വൽ ടു 3. എല്ലാത്തിനും ആൻസർ കിട്ടി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ സാറിൻ്റെ വാട്സാപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സാറിൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്ക്, നിങ്ങളുടെ ക്ലാസ്സിലുള്ള കൂട്ടുകാരിലേക്കൊക്കെ സാറിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാവരിലേക്കും സാറിൻ്റെ വീഡിയോ എത്തിച്ചെങ്കിൽ മാത്രമേ സാറ് മക്കളെ ഇതുപോലെ ബുദ്ധിമുട്ടി ഫുൾ ടൈം സാറ് മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ വീഡിയോ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം.